കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളിൽ CPIM-നെ പ്രതി ചേർത്തതായി വാർത്ത വന്നിരിക്കുന്നു. അതിനു പിന്നാലെ ബ്രേക്കിംഗ് ന്യൂസിൻ്റെയും ചാനൽ വിധികർത്താക്കളുടെയും അന്തിച്ചർച്ചകൾ. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കേവല രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തിനായി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന ഒരു കേന്ദ്ര ഭരണകൂടവും അതിന് കുഴലൂത്തുകാരാകാൻ വിധിക്കപ്പെട്ട മാധ്യമപ്പടയും ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ അപകടകരമായ കാലഘട്ടത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നു. അതിനു പിന്നിൽ പ്രവർത്തിച്ച സെക്രട്ടറി ഉൾപ്പെടുന്ന ജീവനക്കാർ, വീഴ്ച വരുത്തിയ ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കെതിരെ കർശന നടപടികളാണ് സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും സ്വീകരിച്ചത്. രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM തെറ്റു ചെയ്തവർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടികളും സ്വീകരിച്ചു. സഹകരണ മേഖലയുടെ നവീകരണത്തിനും ഉണ്ടായ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ശരിയായ തെറ്റുതിരുത്തൽ നടപടികൾ പാർട്ടിയും സർക്കാരും കൈക്കൊണ്ടു. അതിൻ്റെ ഭാഗമായാണ് സഹകരണ നിയമ ഭേദഗതിയും സഹകരണ പരിശോധന ഊർജിതമാക്കുന്ന ടീം ആഡിറ്റ്, ടീം ഇൻസ്പെക്ഷൻ പോലുള്ള നടപടികളും സഹകരണ വകുപ്പ് സ്വീകരിച്ചത്. സഹകരണ ചട്ട ഭേദഗതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. CPIM ജില്ലാ സെക്രട്ടറിയെയും പ്രമുഖ CPIM നേതാക്കളെയും പ്രതി ചേർക്കാൻ നീക്കം നടക്കുന്നതായി വാർത്തകൾ വന്നിരിക്കുന്നു. കരുവന്നൂർ സംഘത്തിൽ നിന്നും അനധികൃതമായി വായ്പ വാങ്ങിയവരിൽ നിന്നും CPIM സംഭാവന വാങ്ങിയെന്നും അത്തരം സംഭാവനകൾ ഉപയോഗിച്ച് CPIM ജില്ലാ സെക്രട്ടറി പേരിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയെന്നും ED ആരോപിക്കുകയാണ്. എന്നാൽ കരുവന്നൂരിനെ കിട്ടിയ സുവർണാവസരമാക്കി മാറ്റി UDF-ഉം BJP-യും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമം നടത്തിയത്. ED അന്വേഷണത്തെ അതിൻ്റെ രാഷ്ട്രീയ വശം മറന്ന് പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് UDF എത്തി. BJP ആകട്ടെ സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശ്ശൂരിൽ വലിയ തോതിൽ കരുവന്നൂർ വിഷയത്തിൽ ഇടപെടൽ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി. ഇടതു വലതു മുന്നണികളെ പരാജയപ്പെടുത്തി 75,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും പേരിലുള്ള 8 അക്കൗണ്ടുകളിലായിട്ടുള്ള 60 ലക്ഷം രൂപ കണ്ടുകെട്ടാനാണ് ED കെണിയൊരുക്കുന്നത്. എന്നാൽ ED-യുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്ന വിശദീകരണമാണ് CPIM-ൻ്റേതെന്ന് കാണാം. ED-യുടെ രാഷ്ട്രീയ പ്രേരിത നടപടിയെ നേരിടാനൊരുങ്ങുകയാണ് CPIM. ED ഉയർത്തിയ വാദങ്ങൾ അവരുടെ രേഖകൾ തന്നെ പൊളിച്ചടക്കുന്നുവെന്നതാണ് ശ്രദ്ധേയമായ സംഗതി. നേരത്തെ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച വാദങ്ങൾ ആവർത്തിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. 29 കോടി രൂപയുടെ 18 സ്വത്തുവകകൾ കണ്ടുകെട്ടിയെന്ന് ED-യും മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. 17 സ്വത്തുവകകളും ക്രമക്കേട് നടത്തിയവരുടേതാണ്. ഇവർക്ക് CPIM-മായി യാതൊരു ബന്ധവുമില്ല. 18-ാമതായി പറയുന്ന 4.66 സെൻറ്റ് ഭൂമിയാണ് CPIM-ൻ്റേത്. പൊറത്തിശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയാണിത്. പരസ്യമായി ശേഖരിച്ച ഫണ്ടിലൂടെ വാങ്ങിയ ഈ ഭൂമി ക്രമക്കേടിൻ്റെ പരിധിയിൽ വരുന്നത് കേവലം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാണ്. അവിടെ കെട്ടിടം പണിതിട്ടുമില്ല. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടത്തിയാണ് ഭൂമി വാങ്ങിയതെന്നാണ് ED-യുടെ ആരോപണം. എന്നാൽ ഇത് കേവലം ആരോപണം മാത്രമായി നിലകൊള്ളുകയാണ്. ഒരു രേഖകളും ED മുന്നോട്ട് വയ്ക്കുന്നില്ലെന്ന് വ്യക്തമാവുകയാണ്. ബാങ്കിൽ നിന്ന് വായ്പയും എടുത്തിട്ടില്ല. ജില്ലയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളുടെയും ഭൂമി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് CPIM-ൻ്റെ രാഷ്ട്രീയ തീരുമാനവും നിലപാടും. ഇതിൻ്റെ പേരിലാണ് ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കി രാഷ്ട്രീയ പകപോക്കലിന് ED നീക്കം. CPIM-ൻ്റെ 8 ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടി. CPIM ജില്ലാ കമ്മിറ്റിക്ക് തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് എന്നിവിടങ്ങളിലുള്ള 2 അക്കൗണ്ടുകളിലുള്ള ഇത് കേവലം സ്ഥിര നിക്ഷേപമാണ്. ഇതിൽ നിന്ന് കരുവന്നൂർ ബാങ്കുമായി യാതൊരു ഇടപാടും നടന്നിട്ടില്ല. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിലും കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇടപാടുണ്ടായിട്ടില്ല. കരുവന്നൂർ ബാങ്കിലുള്ള പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ബിൽഡിംഗ് ഫണ്ട്, പുറത്തോട് ബ്രാഞ്ച്, പൊറത്തിശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി, CPIM സമ്മേളനം സൊവനീർ കമ്മിറ്റി, പൊറത്തിശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി എന്നിവയുടെ 5 അക്കൗണ്ടുകൾ നിർജീവമായ അക്കൗണ്ടുകളാണ്. പല ആവശ്യങ്ങൾക്കായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങാറുള്ള അക്കൗണ്ടുകളുടെ ഭാഗമായി മാത്രമേ ഈ അക്കൗണ്ടുകളെയും
കാണാൻ കഴിയൂ. ഇവിടെ പരാമർശിക്കപ്പെടുന്ന അക്കൗണ്ടുകളിലായി ആകെയുള്ളത് കേവലം 3411 രൂപയാണ് എന്നുള്ളത് ED എത്തി നിൽക്കുന്ന ബാലിശമായ ആരോപണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് കാണാവുന്നതാണ്. രാജ്യത്തെ വിശ്വാസ്യത കുറഞ്ഞ ഏജൻസിയായാണ് ED വിലയിരുത്തപ്പെടുന്നത്. ഏറ്റെടുത്ത കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കപ്പെടുന്നത് കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഏജൻസിയായി EDയെ വിലയിരുത്തപ്പെടുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും റോബർട്ട് വധേരയും EDയുടെ രുചിയറിഞ്ഞു കെജ്രിവാളിനെ അകത്താക്കി. എന്നാൽ ED നടപടികളിലെ അമിതാധികാര പ്രവണതകൾ പലപ്പോഴും കോടതി ഇടപെടുന്നത് നാം കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കെജ്രിവാൾ ജാമ്യം കിട്ടി പുറത്തു വന്നത് കേന്ദ്ര ഭരണകക്ഷിക്ക് ഏൽപ്പിച്ച ആഘാതം കണ്ടവരാണ് നമ്മൾ. കെജ്രിവാളിൻ്റെ ചടുല നീക്കങ്ങൾ BJPയുടെ ഭൂരിപക്ഷവും സാധ്യതയും ചെറുതാക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത്. എന്നാൽ കേവല രാഷ്ട്രീയ നേട്ടത്തിൻ്റെ കാര്യം വരുമ്പോൾ ED നടപടികളിലെ രാഷ്ട്രീയം സൗകര്യപൂർവ്വം മറക്കാൻ ED നടപടിയുടെ കൈപ്പേറിയവർക്ക് പോലും മടിയില്ലെന്ന് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കും മാള സർവീസ് സഹകരണ ബാങ്കും പെരുമ്പാവൂർ അർബൻ ബാങ്കും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കണ്ടല ബാങ്കിൻ്റെ നേതൃത്വം CPIക്കായിരുന്നു. BSNL സംഘം തട്ടിപ്പിൽ പ്രതിക്കൂട്ടിലാകുന്നത് BJP ആണ്. കരുവന്നൂരിലെ തട്ടിപ്പ് തടയുന്നതിൽ CPIMന് വീഴ്ച പറ്റി. പക്ഷേ മാതൃകാപരമായ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചു എന്നതാണ് CPIMൻ്റെ മേന്മയായി വിലയിരുത്തപ്പെടുക. സഹകരണ തട്ടിപ്പുകൾ തടയുക തന്നെ വേണം. അതിനർത്ഥം സഹകരണ പ്രസ്ഥാനത്തെ തന്നെ തകർക്കുക എന്നല്ല. നിർഭാഗ്യവശാൽ കരുവന്നൂരിൻ്റെ മറവിലെ CPIM വേട്ട കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാനും മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളെ കൊണ്ടുവരാനുമുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ്. സഹകാർ ഭാരതി പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള BJP തീരുമാനത്തെക്കുറിച്ച് പുറത്തുവന്ന വാർത്തകളും തൃശ്ശൂരിലെ വിജയത്തിൽ കരുവന്നൂർ ബാങ്കിൻ്റെ പങ്ക് അംഗീകരിച്ചുകൊണ്ടുള്ള BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിൻ്റെ വിലയിരുത്തലും ഇന്നുണ്ടായിട്ടുള്ള കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ സ്ഥിതിവിവരങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ സംസ്ഥാനത്തെ സഹകരണ രാഷ്ട്രീയം എത്തിപ്പെടുന്ന അപകടകരമായ സ്ഥിതിവിശേഷം പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയും.